സാധിച്ചതിന് നമ്മളെ സർവശക്തനെ ശ്രദ്ധിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് എന്നെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഒരു MC ആയി ക്ഷണിച്ച വിജയൻ സാർ, അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ബിസിനസ്സിൽ വളരെ അഗ്രസീവായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. തീർച്ചയായിട്ടും ഫാമിലി ആയിട്ട് കപ്പിൾസ് ആയിട്ടാണ് വീഡിയോസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും വളരെ അഭിമാനമാണ് ഇത്തരം ആളുകൾ നമ്മുടെ ടീമിലൊക്കെ വരിക എന്നത്. പക്ഷെ ഇത് നമുക്ക് മാത്രമല്ല SBGക്ക് തന്നെ മൊത്തം ഒരു മാതൃകയാവുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ലീഡർഷിപ്പ് ഉള്ള ഒരു ക്വാളിറ്റി ഉള്ള ഒരു ടീം അല്ലെങ്കിൽ ഒരു വ്യക്തികളാണ് വിജയൻ സാറും ഷൈജ മാഡം. തീർച്ചയായും എന്റെ ഒരു പ്രൊഫഷനാണ് അവർ വന്നത് എനിക്ക് അഭിമാനമാണ്. കാരണം തയ്യൽ മേഖലയിൽ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരും അതേ മേഖലയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും വളരെ അഭിമാനം. തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് അവരൊക്കെ നമ്മളെ ഡയമണ്ട്സ് ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഇതിലിരിക്കുന്ന ഓരോ വ്യക്തികളും ഈ ഒരു അവസരത്തിൽ, കാരണം തീർച്ചയായിട്ടും നമുക്കറിയാം നല്ല മഴയാണ്, അങ്ങനെ പല പല കാരണങ്ങളാണ് പല ആളുകളും ഈ ഒരു മേഖല വിട്ടു നിൽക്കാറുള്ളത്. പക്ഷെ അതൊന്നും ഒരു പ്രശ്നമല്ല എന്ന്, അത് ജീവിതത്തില് അത്യന്തികമായി വിജയിക്കണം ആഗ്രഹമുള്ള ഒരു കൂട്ടായ്മയാണ് ഇവിടെ നടക്കുന്നത്. ഇത്തരത്തില് ഈ ഒരു കൂട്ടായ്മ ഉണ്ടാക്കാൻ പ്രയത്നിച്ച തീർച്ചയായിട്ടും വളരെ അഭിമാനത്തോടെ പറയാൻ പറ്റും നമ്മളെ SB സിസ്റ്റത്തോടും പ്രത്യേകിച്ചും മോട്ടിവേറ്റർ ആയിട്ടുള്ള നമ്മളെ മനോജ് സാർ, ലത മാഡം, ഇവർക്കൊക്കെയാണ് ശരിക്കും തന്നെ അതിന്റെ ഒരു ക്രെഡിറ്റ് കൊടുക്കേണ്ടത്. നമ്മളെയൊക്കെ ഇത്തരത്തിൽ സംസാരിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും എങ്ങനെ ലീഡർഷിപ്പ് കൊണ്ടുവരുന്നൊക്കെ പഠിപ്പിച്ചിട്ടുള്ള ആ സിസ്റ്റത്തെയും ആ ലീഡർഷിപ്പിനെയും ഞാൻ ഈ സമയത്ത് അഭിനന്ദിക്കുകയാണ്. അല്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാനൊരു ഇങ്ങനെ സെഷൻ ചെയ്യാനോ പ്രോഗ്രാം ചെയ്യാനോ എനിക്ക് സാധിക്കുമായിരുന്നില്ല. അതിനൊക്കെ പ്രാപ്തമാക്കിയ എന്റെ എല്ലാ അപ്ലൈൻ ലീഡേഴ്സിനോടും പ്രത്യേകിച്ചും എനിക്ക് വഴികാട്ടിയ എല്ലാ നിശാന്ത് സാർ തുടങ്ങി എല്ലാ ആളുകളും ഞാൻ ഈ സമയത്തും സ്മരിക്കുകയാണ്. എന്തായാലും പുതിയ ആളുകൾക്ക് വേണ്ടി ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് ഷുക്കൂർ, എടവണ്ണയാണ്. എടവണ്ണ എന്ന മലപ്പുറം ജില്ലയിൽ നിലമ്പൂരിനടുത്താണ് എടവണ്ണ എന്ന പ്രദേശം. അവിടെ ഞാനൊരു 10-35 വർഷം പല സ്ഥാപനങ്ങളായിട്ട് നടത്തിക്കൊണ്ടുവരുന്ന സമയത്താണ് ഏകദേശം ഒരു 3-3.5 വർഷം മുന്നേ എന്റെ ഒരു സുഹൃത്ത് വഴി എനിക്ക് ഈ അവസരം കാണാനിടയായത്. ആ സുഹൃത്ത് ഇന്നില്ലെങ്കിലും ചെയ്യാൻ അവസരം കാണിച്ചു നിന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, അപ്ലയൻസിനൊക്കെ എന്നെ ഏൽപ്പിച്ചിട്ട് അവര് തടിയെടുത്തു. പക്ഷെ മനസ്സിലാക്കുക, അതിന്റെ ഗുണം എന്താ വെച്ചാല് അത് സിസ്റ്റം അവിടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്തരത്തിൽ ഉയരാനും വളരാനും മുന്നോട്ട് പോകാനും സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളും വിശ്വസിക്കുക, അത്തരത്തില് അവിടെ ആര് കൊണ്ടുവന്നു എന്ന് പ്രസക്തിയില്ല. നിങ്ങൾ ഈ ബിസിനസ് ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. അപ്ലൈൻസും ഡൗൺലൈൻസും ഒക്കെ വരും പോകും, അതൊന്നും വിഷയമല്ല. കാരണം ഈ സിസ്റ്റം, ഈ ഒരു ഇൻഡസ്ട്രി തീർച്ചയായിട്ടും അതിശക്തമായി 400% വളർച്ചയോടെ മുന്നോട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക, പ്രവർത്തിക്കുക. എന്തായാലും നമുക്ക് അറിയാൻ പറ്റും, പിന്നെ തുടക്കം മുതലേ ഞാനൊക്കെ ഈ ബിസിനസ് വരുന്ന സമയത്തൊക്കെ തീർച്ചയായിട്ടും മനു സാറിന്റെ നേരിട്ടുള്ള ഒരു സെഷൻസും കാര്യങ്ങളൊക്കെ എനിക്ക് തീർച്ചയായിട്ടും കിട്ടിയത് കൊണ്ടാണ് ഞാൻ പിന്നെ കുറച്ചെങ്കിലും എനിക്ക് സംസാരിക്കാനുള്ള അവസരം കിട്ടിയത്. ഇവിടെ മഞ്ചേരി ബെറി ഹൗസ് എന്ന് പറഞ്ഞ വീട് തന്നെ ഇതിനു വേണ്ടി മനസ്സാദ് ഉണ്ടാക്കിയിരുന്നു. അവിടെയായിരുന്നു ഞങ്ങളെ മീറ്റിംഗ്സും പ്രോഗ്രാമും എല്ലാം ഉണ്ടായിരുന്നത്. അപ്പൊ അത്തരത്തില് പിന്നെ ഒരുപാട് മാറ്റങ്ങൾക്ക് വേണ്ടി അത് ഞാനൊക്കെ എപ്പോഴും ശ്രദ്ധിക്കാറ്, മനസ്സാർ ഓരോ സ്പീച്ചും ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് അത് എനിക്ക് നാളെ എന്റെ ടീമിന് കൊടുക്കാനുള്ള ഒരു മുതൽക്കൂട്ടാണെന്ന് മനസ്സിലാക്കിയിട്ടായിരുന്നു ഞാനൊക്കെ ഓരോ പോയിന്റ്സും എഴുതി വെച്ചിട്ടായിരുന്നു മുന്നോട്ട് പോയിരുന്നത്. അതുപോലെ തന്നെ ഈ ഐഫ്ലേസ് മീഡിയ തുടങ്ങാൻ തന്നെ കാരണം കൊറോണ പോലുള്ള സംഭവങ്ങളാണ്. കൊറോണ വന്ന സമയത്താണ് നമ്മൾ അപ്ഡേഷൻ വന്നതും ഒരു കൂട്ടായ്മ ഉണ്ടായതും ഇത്തരത്തിൽ ഹൈപ്ലേസ് മീഡിയ ചെയ്യാൻ സാധിച്ചത്. ആ തുടക്കത്തിൽ അറിയാൻ പറ്റും, ആദ്യം പിന്നെ മനസ്സോർ മാത്രമായിരുന്നെങ്കിൽ ആ 5 ദിവസം മനസ്സോർ കൃത്യമായിട്ട് ചെയ്തിരുന്നെങ്കിൽ പിന്നീട് എന്ത് ചെയ്യും, ലീഡർഷിപ്പ് കൈമാറി അങ്ങനെ കൈമാറാൻ പോകുന്ന ഒരു ബിസിനസ്സും കൂടിയാണിത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൽ അവസരം ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഒരു ലീഡറും ഒരു ഹൈഫ്ലേസ് മീറ്റോ റീഗ്നേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കൃത്യമായി നോട്ട് ചെയ്ത് വെക്കുക. നാളെ നിങ്ങൾ 100 കണക്കിന് ആളുകൾക്ക് കൊടുക്കാനുള്ള ഒരു ഇൻഫർമേഷൻ ആയിട്ടും കൂടിയിട്ടാണ് നിങ്ങൾ ഇത് എഴുതേണ്ടത്, മനസ്സിലാക്കേണ്ടത് നിങ്ങൾ വിശ്വസിക്കുക. അപ്പൊ അത്തരത്തില് എപ്പോഴും നമ്മൾ ഒറ്റയ്ക്കല്ല, ഒരു കൂട്ടായ്മ ഇതിലേക്ക് വരാനുണ്ട് ചിന്തയോട് കൂടി നിങ്ങൾ പ്രവർത്തിക്കുക. അപ്പൊ നിങ്ങൾക്ക് വലിയ വിജയങ്ങൾ ഇതിൽ ഉണ്ടാവും. എപ്പോഴും ഒരു വലിയ ചിന്താഗതിയോട് മുന്നോട്ട് പോകാന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഞാൻ ഒരിക്കൽ കൂടി എന്റെ ലീഡേഴ്സിനെയും അപ്ലയൻസൊക്കെ നന്ദി. ഞാൻ എനിക്ക് കിട്ടിയ സെഷൻ എന്ന് പറയുന്നത് ഇന്ന് ചെയ്യാനുള്ളത് എന്താണ് GTS, എന്താണ് BOP, അതുപോലെ തന്നെ എന്താണ് ഹോം മീറ്റിംഗ്സ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തിനു വേണം, എന്താ അതിന്റെ പ്രാധാന്യം, ഇതൊക്കെയാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോയി. എനിക്കൊരു കിട്ടിയൊരു ടോപ്പിക് അതാണ്. ഞാൻ അതേക്കുറിച്ച് സംസാരിക്കുകയാണ് ഇവിടെ. തീർച്ചയായിട്ടും നമുക്കറിയാൻ പറ്റും, അതായത് ഒരേ രീതിയിൽ ചിന്തിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മ, അവിടെ ആ കൂട്ടായ്മക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അവിടെ ഒരേ രീതി ചിന്തിക്കാന്ന് പറയുമ്പോൾ അവിടെ സക്സസ് തീർച്ചയായിട്ടും ഉണ്ടാവും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്.
അതിന്റെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് GTS, അതായത് ഗേറ്റ് ടു വേ ടു സക്സസ്. ഈ ഗേറ്റ് ടു വേ ടു സക്സസ് എന്ന് പറയുന്ന സമയത്ത് ഞാൻ എന്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം, എനിക്ക് അനുഭവപ്പെട്ട ഒരു കാര്യം എന്നത്, എന്റെയൊക്കെ ഈ ബിസിനസ് തുടക്ക സമയങ്ങളിലൊക്കെ മറ്റൊരു സ്ഥലത്തും BOPയോ ഇങ്ങനത്തെ പ്രോഗ്രാം ഒന്നും ഉണ്ടായിരുന്നില്ല. അന്ന് ആകെ ഉണ്ടായിരുന്നത് കോഴിക്കോട് നളന്തയിൽ നടക്കുന്ന എല്ലാ ചൊവ്വാഴ്ച നടക്കുന്ന പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിൽ ഞങ്ങൾ ആ ചൊവ്വ എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ അന്ന് വേറൊരു പരിപാടി ഉണ്ടാവില്ല. അന്ന് ഞങ്ങൾ എന്ത് ചെയ്യും, 4-5 കാറുകൾ ഉണ്ടാവും. ഞങ്ങൾ പല ആളുകളും അവിടെ ഇടവണ്ണ ഒരു കൂട്ടിയിട്ട് നിശാന്ത് സാർ രാവിലെ വരും. നിശാന്ത് സാർ രാവിലെ വന്നിട്ട് പറയും, റെഡി ആവല്ലേ പോവല്ലേ, എന്നിട്ട് ഇങ്ങനെ പുതിയ ആളുകളും പഴയ ആളുകൾ കൂട്ടിയിട്ട് ഒരു 5-6 കാറുകൾ അങ്ങനെ എല്ലാ ചൊവ്വാഴ്ചയും കോഴിക്കോട്ടേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു. ആ സമയത്ത് അതിന്റെ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞാല്, എന്താണ് GTSന്റെ പ്രാധാന്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്കറിയാൻ പറ്റും. ഈ ഒരു ബിസിനസിന്റെ അതായത് പല മേഖലകളിൽ വരുന്ന ആളുകളാണ് ആ സ്റ്റേജിൽ ഉണ്ടാവുക. അപ്പൊ എക്സാമ്പിൾ ഇപ്പൊ ഒരു 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 ടീച്ചറാണ് അവിടെ ഒരു പുതിയ വ്യക്തിയായിട്ട് അവിടെ വരുന്നതെന്നുണ്ടെങ്കിൽ ആ വേദിയിൽ ഒരു ടീച്ചർ സംസാരിക്കുന്നെങ്കിൽ ആ ടീച്ചർക്ക് മനസ്സിലാവും, ഇത് എനിക്കും ചെയ്യാൻ പറ്റും. അങ്ങനെ ഓരോരുത്തരും കയറി വരുന്ന സമയത്ത് അതിന്റെ ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ആ രീതിയിൽ പിന്നെ ഒരു പ്രകടനം അവിടെ കാഴ്ചവെക്കുന്ന സമയത്ത് അത് ഉൾക്കൊണ്ടുകൊണ്ട് അവർക്ക് പറ്റുമെങ്കിൽ എനിക്കും പറ്റുന്ന രീതിയിൽ ഒരു ചിന്തിക്കാനുള്ള ഒരു വേദിയാണ് ഒന്നാമത്തതായിട്ട് അവിടെ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ പങ്കെടുക്കുന്ന ആളുകൾ അതുപോലെ തന്നെ പിന്നെ വാല്യുബിൾ ആയിട്ട് എക്സ്പീരിയൻസ്. ഇപ്പൊ GTSന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കമ്പനി നേരിട്ട് നടത്തുന്ന പ്രോഗ്രാമാണ്. അതായത് BOP ആണ് നമ്മളെ ടീമിന്റെ പ്രോഗ്രാം ആയിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ഹോം ടീമിന്റെ പ്രോഗ്രാം ആയിട്ടും. അപ്പൊ ഈ GTSന്റെ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളെ ഒരു ഭാഗ്യം എന്ന് പറയാം. ഈ ലൈഫ് സ്റ്റൈലിന് പ്രത്യേക ഒരു അഭിനന്ദനം, സല്യൂട്ട് കൊടുക്കണം. കാരണം വെച്ചാൽ ഇത്ര സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു പ്രോഗ്രാമിനെ കണ്ടക്ട് ചെയ്യുകയും എല്ലാവരും എത്തിക്കുകയും ചെയ്യുന്ന ഒരു കമ്പനി വേറെ ഉണ്ടോ എനിക്കറിയില്ല. അത്രത്തോളം വൈഡ് ആയിട്ടാണ് നമ്മൾ കമ്പനി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അത് മാത്രമല്ല നമുക്ക് ഹാർവസ്റ്റ് അക്കാഡമി എന്ന ഒരു രൂപത്തിൽ നമുക്ക് ഈ ഒരു മോട്ടിവേഷനും കാര്യങ്ങളും അതുപോലെ ഇതിന്റെ ഇൻഫർമേഷൻസും എല്ലാം ട്രെയിനിങ്ങും എല്ലാം തോന്നിക്കൊണ്ടിരിക്കാന്ന് ചെറിയ കാര്യമൊന്നുമല്ല. കാരണം ഈ വിവിധ മേഖലയിൽ വരുന്ന ആളുകൾക്ക് ഇതൊരു പിന്നെ വിജയ് സാർ പറഞ്ഞ ഒരു മാലയിൽ കോർത്ത മുത്തുമണി പോലെ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം, അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഈ GTS എന്ന് പറയുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പൊ നമ്മുടെ സുഹൃത്ത് ഇൻ കേസ് പിന്നെ ഒരു എന്താ പറയാ കോയമ്പത്തൂർ ഉണ്ടെന്ന് വിചാരിക്കാം. കോയമ്പത്തൂർ പോയിട്ട് നമുക്ക് തമിഴ് പറയാൻ സാധിക്കില്ല. പക്ഷെ എന്താ, കോയമ്പത്തൂർ നമ്മൾ GTS ഉണ്ടാവും. അപ്പൊ അവിടെ പോയിട്ട് അത് ഏത് സമയത്താന്ന് നോക്കിയിട്ട് അവിടെ നമ്മൾ കേട്ട് ആ വ്യക്തിനെ പങ്കെടുപ്പിച്ചു കഴിഞ്ഞാൽ അത് വ്യക്തമായി മനസ്സിലാവും. ഇത്തരത്തിൽ GTSന്റെ പ്രാധാന്യം വളരെ ചെറുതല്ല, വളരെ വളരെ വലുതാണ്. മാത്രമല്ല GTS പ്രോഗ്രാം അല്ലെങ്കിൽ BOP ചാർജിങ് സ്റ്റേഷനാണ് ഇതൊക്കെ. ഓരോരുത്തർക്കും ചാർജിങ് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പൊ നമ്മളൊരു മൊബൈൽ റീചാർജ് ചെയ്യുന്നുണ്ട്, ഫോൺ ബാറ്ററി ചാർജ് ചെയ്യുന്നുണ്ട്, ഇപ്പൊ ഇലക്ട്രിക് കാറുകളൊക്കെ ചാർജ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് ഒരു GTS എന്ന് പറയുന്നത്, ഇത്ര പ്രോഗ്രാമുകൾ എന്ന് പറയുന്നത് നമുക്ക് ഒരു ചാർജിങ്, നമുക്ക് കൃത്യമായി ചാർജിങ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വേദികളാണ്. അത് മാത്രമല്ല അവിടെ പിന്നെ വ്യത്യസ്തമായ സംസാരങ്ങൾ ഉണ്ടാവും, പ്രവർത്തികൾ ഉണ്ടാവും. അവിടെ നമുക്ക് പിന്നെ ഓരോരോ ഏതെങ്കിലും ഒരു വ്യക്തിന്റെ ഒരു വാക്കായിരിക്കും ചിലപ്പോ ഒരു വ്യക്തിക്ക് തീരുമാനിക്കാൻ സാധിക്കുക. അപ്പം എന്തൊരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളും നമ്മുടെ ടീമും അവിടെയൊക്കെ പങ്കെടുക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അത് മാത്രമല്ല ഇപ്പൊ കണ്ണൂരായിക്കോട്ടെ, വയനാടായിക്കോട്ടെ, കോഴിക്കോടായിക്കോട്ടെ, ധാരാളം പിന്നെ നല്ല ലീഡേഴ്സ്, പിന്നെ അവരുടെ എക്സ്പീരിയൻസ് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. അപ്പൊ അതിന് നല്ല നല്ല വേർഡ്സ് നമ്മൾ ക്രോഡീകരിച്ച് നമുക്കും തന്നെ അത് ഉപയോഗപ്പെടുത്താൻ പറ്റും. അങ്ങനെ അത്തരത്തില് അത് മാത്രമല്ല ഈ ബിസിനസ് ഏറ്റവും വലിയ പ്രത്യേകത എന്താ ചോദിച്ചു കഴിഞ്ഞാല്, ഈ ബിസിനസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് സ്വന്തമായി ഒരു ഓഫീസില്ല, നമുക്ക് സ്വന്തമായി കാണിക്കാനൊന്നുമില്ല. അപ്പൊ ആ സമയത്ത് നമുക്ക് ഏറ്റവും വലിയ നമ്മുടെ ഓഫീസായിട്ട്, അത് ഇപ്പൊ ഏതൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും ഒരു സൈനിങ് ഉണ്ടാവില്ലേ, ഒരു സൈനിങ് അപ്പ്. ഈ സൈനിങ് അപ്പ് ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഓരോ പ്രോഗ്രാമുകൾ. പക്ഷെ നിങ്ങൾ എത്രത്തോളം സൈനപ്പ് ചെയ്യുക, ഓരോ ആഴ്ച സൈനപ്പ് ചെയ്യേണ്ടത്, അതിനനുസരിച്ചാണ് നിങ്ങളുടെ റിസൾട്ട് ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ GTS പങ്കെടുക്കണമെങ്കിൽ അത് സൈനപ്പ് ആണ്, ഒരു BOP പങ്കെടുക്കുക സൈനപ്പ് ആണ്. അങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസം തന്നെങ്കിൽ ഇത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അവിടെ വന്ന് ഒരു ഒപ്പിടാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെ സക്സസ് ഉണ്ടാവും? അത് ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചേണ്ട കാര്യമാണ്. അതായത് നമുക്കറിയാൻ പറ്റും എവിടെയാണോ നമുക്ക് പ്രോഗ്രാം, അത് നമ്മൾ അറ്റൻഡ് ചെയ്തേ പറ്റുള്ളൂ. അതുപോലെ തന്നെ പിന്നെ ഈ GTSന്റെ ഏറ്റവും വലിയ വേറെ പ്രത്യേകത എന്ന് വെച്ചാല് നമുക്ക് പല ആശയങ്ങളുള്ള ആളുകൾ അവിടെ ഉണ്ടാവും, പല മേഖലയിൽ വന്ന ആളുകളുണ്ടാവും. ഇപ്പൊ ഇത്തരത്തിൽ നമ്മൾ ആ GTS പരമാവധി നമ്മൾ പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് വലിയ സക്സസ് ഉണ്ടാവും. അത് മാത്രമല്ല നമുക്ക് തന്നെ നമ്മുടെ ടീമിന്, അത് മാത്രമല്ല ഇപ്പൊ നമ്മളൊരു 1-to-1 കൊടുത്തു, അല്ലെങ്കിൽ ഒരു ഹോം മീറ്റിംഗ് പങ്കെടുത്തു. ഈ ഹോം മീറ്റിംഗിൽ 1-to-1 നമ്മൾ നേരിട്ട് ഒരു 1-2 വ്യക്തി നമുക്ക് കാണുന്നുണ്ടാവുള്ളൂ. ഹോം മീറ്റിംഗ്സിൽ ചിലപ്പോൾ ഒരു 3-4 അല്ലെങ്കിൽ 8-10 വ്യക്തികൾ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇന്നൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ മലപ്പുറം ജില്ലയിലെ GTS എന്ന് പറഞ്ഞൊരു അടാറ് പ്രോഗ്രാമാണ്. ഇന്ന് ശരിക്കും പറഞ്ഞാല് മൈ ലൈഫിൽ തന്നെ എത്ര വലിയൊരു പ്രോഗ്രാം ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. അത്രത്തോളം ആ പ്രോഗ്രാം ഇരിക്കാനോ നിൽക്കാനോ സ്ഥലമില്ലാത്ത രീതിയിൽ വളർന്നിട്ടുണ്ടെങ്കിൽ
ആ ഒരു മീറ്റിംഗിൽ ഏതൊരു നെഗറ്റീവുള്ള വ്യക്തിയും കൊണ്ടേ ഇരുത്താൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നല്ല പോസിറ്റീവ് ഉണ്ടാവും. അപ്പൊ അത്തരത്തിൽ എന്ത് ചെയ്യാ, ഈ ഒരു പ്രോഗ്രാമുകൾ GTSന്റെ പ്രാധാന്യം ചെറുതല്ല, വളരെ വലുതാണ്. നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. നിങ്ങളും നിങ്ങളുടെ ടീമിലെ ആളുകളും 100% ആ ആഴ്ചയിൽ ഒരു ദിവസം തന്നെങ്കിൽ അവിടെ വന്ന് ഒപ്പിടുന്നുണ്ട് നിങ്ങൾ ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വലിയ വലിയ സക്സസ് ഉണ്ടാവും. അത് നിങ്ങൾ ശരിയായി മനസ്സിലാക്കുക. അപ്പൊ GTSന്റെ പ്രത്യേകത വെച്ചാല് കമ്പനിയുടെ മൊത്തം ലീഡേഴ്സ് അവിടെ ഉണ്ടാവും. അത് ഇപ്പൊ നമ്മുടെ SPG മാത്രമല്ല, മറ്റു പല ടീമുകൾ, ഒരുപാട് പേരുകളുള്ള ടീമുകൾ മൈ ലൈഫിലുണ്ട്. അപ്പൊ അവരൊക്കെ വരുന്ന സമയത്ത് അതിന് പ്രാധാന്യം ചെറുതല്ല, നിങ്ങൾ ശരിയായി മനസ്സിലാക്കുക. അപ്പം എവിടെ GTS ഉണ്ടോ അത് മാരമായി ഉപയോഗപ്പെടുത്തുക. എന്നെയൊക്കെ സംബന്ധിച്ച ഒരു നല്ലൊരു ഫീലിംഗ് ആയിരുന്നു. നളന്റെ ഓഡിറ്റോറിയം ഒരു വൈബുള്ള ഒരു ഓഡിറ്റോറിയ. അവിടെ വെച്ചാൽ ഒരു ഇതേപോലെ തന്നെ 500-600 ആളുകൾക്ക് ഇരിക്കാവുന്ന ഒരു വേദിയാണ് അത്. അവിടെ ഇരുന്നാൽ തന്നെ നമുക്ക് ഒരു പോസിറ്റീവ് എനർജി കിട്ടും. അപ്പൊ അത് മാത്രമല്ല, ഒരുപാട് വിശ്വാസം വർദ്ധിപ്പിക്കാൻ ചാർജ് ചെയ്യാം. ഓരോ ആഴ്ചയിലും ബിസിനസ് ചെയ്യാൻ വേണ്ട ചാർജിങ് സ്റ്റേഷനുകളാണ് ഇത്തരം പ്രോഗ്രാമുകൾ, GTS. അത് നിങ്ങൾ ശരിയായി വിനിയോഗിച്ച് കഴിഞ്ഞാൽ സക്സസ് 100% ഉണ്ടാവും. അത് നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതാണ്. അതുപോലെ തന്നെ നമ്മളെ എന്താണ് BOPകൾ, ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രസന്റേഷൻ, അതാണ് BOP എന്ന് പറയുന്നത്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ GTS വേറെയാണ്, BOP വേറെയാണ്, ഹോം മീറ്റിംഗ്സ് വേറെ, NDO വേറെയാണ്, RTP വേറെയാണ്. ഒക്കെ വ്യത്യസ്തമായ പ്രോഗ്രാം. ഈ പ്രോഗ്രാമുകളാണ് ഈ ബിസിനസ് ജീവനാടി. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഓഫീസുകളില്ല, നമുക്ക് കാണിക്കാനൊന്നുമില്ല. അപ്പൊ എന്താ ചെയ്യാ, ഇത്തരം കാര്യങ്ങൾ ആളുകൾ എത്തിക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും പറഞ്ഞാല് ഓഫീസായി മാറുന്നത്. നമ്മളെ ഇത്തരം കാണിക്കാനുള്ള വേദികളാണ് ഇത്തരം പ്രോഗ്രാമുകൾ. എന്താണ് BOPന്റെ പ്രത്യേകത എന്ന് വെച്ചാല്, BOP എന്ന സംഭവം ഒരു വ്യക്തിയല്ല, ഒരു സിസ്റ്റം. ഇപ്പൊ SPG എന്ന സിസ്റ്റം നടത്തുന്ന പ്രോഗ്രാമാണ് BOPകൾ. അവിടെ എന്താ പ്രത്യേകത, ഇപ്പൊ GTSൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ബെറിസ്റ്റാർ, ഫാസ്റ്റാക്കേഴ്സിന് ഒരിക്കലും ആദരിക്കാൻ പറ്റൂല. അതേസമയം നമ്മളെ BOPകളിലാണെങ്കിൽ നമ്മളെ ബെറിസ്റ്റാർ, ഫാസ്റ്റാക്കറെ ആദരിക്കാൻ പറ്റും, SPGന്റെ പേര് പറയാൻ പറ്റും. അതുപോലെ തന്നെ എല്ലാം സാധിക്കും. അത് മാത്രമല്ല, ഈ പുതിയ ആൾക്ക് 2 മിനിറ്റ് സംസാരിക്കാൻ അവസരം കിട്ടും. ഇപ്പൊ നമുക്കറിയാം, മലപ്പുറം GTSലൊക്കെ ഒരു RTCക്ക് പോലും 1 മിനിറ്റ് പോലും സമയം കിട്ടാത്തൊരു അവസ്ഥയിലേക്കാണ്. അത്രത്തോളം ലീഡേഴ്സ് അവിടെ ഉണ്ട്. പക്ഷെ BOP ആണ് പ്രത്യേകത. BOP ആണ് പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ ടീമൊക്കെ എല്ലാവർക്കും സംസാരിക്കാനുള്ള അവസരം കിട്ടും. അപ്പം ഓരോന്നും വ്യത്യസ്തമാണ്. അപ്പൊ ചില ആളുകൾ പറയാണ്ട് ഞാൻ GTS പോയിട്ടുണ്ട്, ഇനി BOPക്ക് ഇല്ല, ഞാൻ പിന്നെ അതിന് പോയി ഇതിനില്ല. ഇത്തരം ആളുകളെ മനസ്സിലാക്കേണ്ട കാര്യം ഓരോന്നും വ്യത്യസ്തമായി പോകുക. പിന്നെ മറ്റൊരു പറയാനുള്ളത്, ഇത് കേട്ടത് തന്നെ കേൾക്കുന്നത്, പറയുന്നത് തന്നെ പറയുന്നത്. എന്നാൽ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഏതെങ്കിലും ഈ പറയുന്ന വ്യക്തികളോട് ചോദിക്കുക, എന്നാലും നിങ്ങളൊന്ന് കേട്ടിട്ട് ആ കാര്യങ്ങളൊന്ന് സംസാരിച്ചു എന്ന് പറഞ്ഞാല് ഓരോ അക്ഷരം പോലും ആരും സംസാരിക്കില്ല. അപ്പൊ പിന്നെ എവിടെയാണിത്? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, അത് കണ്ടുകൊണ്ടേ നിൽക്കുക, ചാർജ് ചെയ്തുകൊണ്ടേ നിൽക്കുക. അപ്പോഴാണ് ഇതിന് ശരിയായ രീതിയിൽ ഒരു ദിശാബോധം നമുക്ക് ഉണ്ടാവുക. അത് നിങ്ങൾ ശരിയായി മനസ്സിലാക്കുക. അപ്പൊ ഈ BOP ഇത്തരത്തിൽ എന്ത് ചെയ്യാ, നമ്മൾ ഈ ലീഡേഴ്സിനെ ആദരിക്കാനും ലീഡേഴ്സിന് ഒരു മൈക്ക കൊടുക്കാനുള്ള ഒരു വേദികളാണ് ഈ BOPകൾ. അപ്പൊ ഈ BOP എന്ത് ചെയ്യാ, നമ്മൾ അതാത് ലീഡർഷിപ്പിൽ കൃത്യമായി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഓരോ സ്ഥലത്തും ഇപ്പൊ നമുക്ക് അറിയാൻ പറ്റും. BOP പോലെ തന്നെ ഫോക്കസ് മീറ്റുകൾ, ഇതിനൊക്കെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് വളർന്നു വരുന്ന വ്യക്തികൾ ആയിട്ടാണ് നമ്മൾ എന്ത് കാണേണ്ടത്, ഇത്തരം പ്രോഗ്രാമുകളെ കാണേണ്ടത്. അപ്പൊ നമ്മൾ സ്വന്തമായി നടത്തുന്ന BOP ആണെങ്കിൽ പുതിയ MC ഉയർന്നു വരുന്നുണ്ടാവും, പുതിയ പ്ലാൻ പ്രസന്റർ ഉയർന്നു വരുന്നുണ്ടാവും. അങ്ങനെ അത്തരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഈ BOPയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഓരോന്നും വ്യത്യസ്തമായ പ്രോഗ്രാമാണ് അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം ഞാൻ BOP പങ്കെടുത്തല്ലോ, ഇനി NDO എന്താ പറയാ GTSനില്ല. ഞാൻ ഇപ്പൊ ഈ ആഴ്ച 3-4 ഹോം മീറ്റിംഗ് പങ്കെടുത്തിട്ടുണ്ട്, ഇനിയിപ്പോ ഞാൻ BOPക്കില്ല. ഇത്തരം സംസാരങ്ങളും പ്രവൃത്തികളും ഒരിക്കലും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ല. ഓരോന്നും വ്യത്യസ്തമായ പ്രോഗ്രാമാണ്. ഓരോ ദിവസവും ഓരോ വ്യക്തിയുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് ഇവിടെ എക്സ്പീരിയൻസ് കിട്ടുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ഇപ്പം ഒരു 1-2 മാസമായിട്ട് നമ്മളൊരു ഡൗൺ ആയി നിൽക്കുന്ന സമയത്ത് ഒന്ന് കയറിയിട്ട് ഒന്ന് സംസാരിക്കുന്നത് നമ്മുടെ ആ വ്യക്തിന്റെ ഒറ്റ വാക്കുകളായിരിക്കും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ബിസിനസ്സിൽ ഫുൾ ചാർജ് ആയി ഉണ്ടാകുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത്തരം പ്രോഗ്രാമുകൾ BOP ഇതൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് വിനിയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സക്സസ് നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അതുപോലെ ഫോക്കസ് മീറ്റുകൾ, ഈ ഫോക്കസ് മീറ്റ് പറഞ്ഞാൽ എന്താ, ഒരു മാസത്തിൽ 1-2 പ്രാവശ്യം ഒരു വളർന്നു വരുന്ന ടീമിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രോഗ്രാമുകളാണ്. അതൊന്നും ചെയ്യാൻ നമ്മൾ ലീഡർഷിപ്പിൽ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് കൃത്യമായിട്ട് പാലിച്ചു കഴിഞ്ഞാൽ അവിടെയൊക്കെ നമുക്ക് സക്സസ് ഉണ്ടാക്കാൻ പറ്റും. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹോം മീറ്റിംഗ്സ്. പല ആളുകളും ഈ ബിസിനസ് വരും, പക്ഷെ എന്റെ വീട്ടിൽ വേണ്ട സാറേ, ഞാനില്ല സാറേ, ഞാൻ അവിടെ ഒക്കെ സാറേ, എനിക്ക് 1-2 വയസ്സായി, ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം സാറേ, ഇങ്ങോട്ട്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല് അറിയാൻ പറ്റും ഈ ഒരു ബിസിനസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഒരു ഹോം മീറ്റിംഗ് എന്തിനാണ് ഒരു വ്യക്തിയുടെ അതായത്
ഒരു 5000 രൂപയ്ക്ക് തന്നെയെങ്കിൽ പർച്ചേസ് ചെയ്യുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടറായി വന്ന ഒരു വ്യക്തിക്ക് നിർബന്ധമായിട്ട് ഒരു ഹോം മീറ്റിംഗ് അവിടെ പറയാം. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു ബിസിനസിന്റെ പിന്നെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് ഹലോ സോറി, ഇന്ന് പിന്നെ ഒരു അർജന്റ്